ഇവരൊക്കെ എന്തോന്ന് കാണിക്കുന്നത്? എന്തോന്നടേ ഫ്രെയിമിനകത്ത് കയറി നിൽക്കുന്നത്? ഇതെന്താണ്? ഒരു പരിപാടിയൊക്കെ പോകാൻ നേരത്ത് ഇത് ഷൂട്ട് ചെയ്തോണ്ടിരിക്കല്ലേ? നിങ്ങളത് കേക്ക് എന്ത് കേൾക്കാനായിട്ട്? ഫുഡ് ബ്രേക്ക് ഞാൻ പുറത്ത് പോയത് എന്നിട്ട് അപ്പൊ എന്റെ കൈക്ക് ഒരു ചങ്ങായി ഒറ്റപ്പെടുത്താം ഒന്ന് എന്ത് പറ്റിയത്? എന്നോട് ചോദിച്ച് അന കരുൺ അറിയോന്ന്. എവിടെയും പോകാൻ പറ്റത്തില്ല, ഭയങ്കര പ്രശ്നം. എവിടെ ചെന്നാലും ഉണ്ടല്ലോ കംപ്ലീറ്റ് ഫാൻസ്. ഒന്നുണ്ടല്ലോ പുറത്ത് വണ്ടിക്ക് പോകുന്ന ഒരു ഷൂസ് വെക്കാൻ പോലും ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ തന്നെ ഒരു സെൽഫി സ്റ്റിക്ക് ആയിട്ട്. നീ അരുണിനെ അറിയാന്ന് പറഞ്ഞോ? ഫാൻസും ഗുൺസൊന്നുമില്ല മോനെ. അരുണ് പേര് പറയല് തെറിയോ തെറി ചങ്ങായി ചുമ്മാ പറയുന്നത് തന്നെ സത്യം സമയത്ത് ഷൂട്ടിങ്ങിന് ഇടയ്ക്ക് കയറി വരുന്ന ഇവരുടെ ഒരു 5 മാർക്ക് ജഡ്ജസ് കട്ട് ചെയ്യണം കേട്ടോ. 5 പോയിന്റ്. അവനൊരു ആവശ്യത്തിനായിരിക്കും. ആവശ്യത്തിന് വേണ്ടിയല്ല. ഓ അങ്ങനെയായി. ഇപ്പൊ അവിടെ നിന്ന് സമയമില്ല, നീ സ്ഥലം കാലിയാക്ക്. നിങ്ങൾ സ്ഥിരമായിട്ട് വീട്ടിലൊന്നും ഇല്ലല്ലോ. നിങ്ങൾ കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട് പറക്കല്ലേ? അത് ഞാൻ പറക്കും. അപ്പൊ ഒരു കൊച്ചിത്തെ ഒരു പോസ്റ്റ്മാൻ ഏൽപ്പിച്ചെന്നാ പിടിച്ചോ. സന്തോഷമുണ്ട് മോനെ. പിടിച്ചോ. എനിക്ക് എന്താ വെച്ചാൽ നിങ്ങൾ എന്താ പിന്നെ ആയതുകൊണ്ട് കുറെ എണ്ണുണ്ടല്ലോ. താങ്ക്സ് മോനെ, അല്ലെങ്കിലും കത്തി ഇവിടം വരെ എത്തിച്ചില്ലേ. ടു ദി പ്രൊഡ്യൂസർ. ഒരു സെക്കൻഡ് നോക്കട്ടെ, നോക്കട്ടെ എല്ലാ കത്തും ഞാൻ നോക്കട്ടെ. ഇല്ല എല്ലാം എനിക്ക് തന്നെയാണ് കത്തുകൾ. ഇത് കണ്ടില്ലേ? ടു അരുൺ ജോസഫ്, ഡാൻസ് കേരള ഡാൻസ് ആങ്കർ. ഞാൻ പിടിക്കാം. ഞാൻ വായിച്ചു നോക്കട്ടെ. നീ വായിച്ചാ ശരിയാവൂല. എന്നെ കുറിച്ച് എന്തെങ്കിലും നല്ലത് എഴുതിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകം കുട്ട അരുണേ. അന്റെ മുഞ്ച് എന്നെ അടാതെ ആകർഷിച്ചു. ഇനിയിപ്പോ അധികം നോക്കൊന്നും വേണ്ട. സഹോദര അരുൺ, സ്നേഹം കൊണ്ട് പറയണതാണ്. അധികം സംസാരം ആരോഗ്യത്തിന് ഹാനികരമാണ്. മേലിൽ മിണ്ടിപ്പോരുത്. ആ ശില്പേനെ അവതരിപ്പിക്കാൻ സമ്മതിക്കണം. ആ ശില്പയുടെ മേക്കപ്പിനെ കുറിച്ച് കത്ത്. ശില്പയുടെ മേക്കപ്പ് വളരെ ഓവറാണ്. പിന്നെ എന്താണ് അടുത്തത്? കത്ത് തുറക്കാതെ അരുണേ ചക്കര ഉമ്മ. അരുണേ ചക്കര ഉമ്മാന്ന് എടുത്ത് നോക്കണ്ടല്ലോ. അടുത്തത് അർജന്റ് പോസ്റ്റ് ഒക്കെ ഉണ്ടാ? എന്നാ നോക്കട്ടെ. അർജന്റ് പോസ്റ്റ് പിടിക്ക്. ദൈവമായി കൂട്ടിച്ചേർത്തത്. ഇത് ഞാൻ ഒറ്റയ്ക്കിരുന്ന് വായിക്കണ്ട, നീ വായിക്കണ്ടല്ല. ചക്കരയും ഉണ്ട് ഇതിനകത്ത്. ദൈവമായി കൂട്ടിച്ചേർത്തത് മറ്റാർക്കും വേർപെടുത്താനാകില്ല. DKDയിലെ സ്നേഹബന്ധം ഒരു വാവുമായി മാറട്ടെ. സ്വന്തം സ്നേഹിതൻ. ഇതാ ഒരു സ്നേഹോപകാരം കൂടി കൊടുത്തയക്കുന്നു. സ്നേഹിതൻ. ഹൃദയം. സിജ ആൻഡ് ജയസാമിയാണ് ഇതില് ഈ ഹൃദയത്തിൽ നിറച്ചും. ജയസാമി ഇത് മേരെ നഹി തുമാര. വാ തുമാര ഹാർട്ട്. വാ നമ്മള് പറയുന്നത് കളിയാക്കുന്നു, കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. പക്ഷെ കണ്ടോ, ജനങ്ങള് നമ്മുടെ ആരാധകർ എത്ര ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പ്രണയം സത്യമാവാൻ, സഫലമാവാൻ. എങ്ങനെയുണ്ട് സിജ? ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ? നന്നായിട്ടുണ്ട്, സൂപ്പർ. പക്ഷെ അവിടെ ഒരു ക്രാക്ക് കാണുന്നുണ്ടല്ലോ. അവിടെ ഒരു ഹാർട്ടിലൊരു ക്രാക്ക് കാണുന്നുണ്ടല്ലോ. എനിക്കറിയില്ല. അത് ഹാർട്ടിലെ വാൾവുകളാണ്. 4 എണ്ണം ഉണ്ട്, 4 ക്രാക്ക്. അല്ലാതെ ഈ ഹാർട്ട് രണ്ടുപേരും കൂടെ വന്ന എന്താണെങ്കിലും What do you have to say? ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനത്തെ ഗിഫ്റ്റ് ഒക്കെ അയക്കുന്നതിന് I'm speechless. It's nice. Why? Sija, you like it? So much. We look good. Yeah, we look really good together. But I think see, I would actually want to curse now. Curse? Yeah. You don't have to curse and all. See. No, of course I will, because ഇത് ഇങ്ങനെ ഇവിടം വരെ എത്തിയത്. If I'm a good judge and if people love me, then this heart should break apart. നിങ്ങൾക്ക് തന്ന ഗിഫ്റ്റ് ആണ്. What is the reason that you broke Why the do you heart break like his that? Okay, illa. ഇത് ഒടിക്കാൻ പറ്റില്ല പ്രൊഡ്യൂസറെ. ഇത് okay illa. അല്ല പ്രൊഡ്യൂസർ, അങ്ങനെ വെറുതെ പറ്റില്ല. ഇവിടം വരെ ഇത് എത്താനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇത് ഇതേ സപ്പോർട്ട് ഒക്കെ ചെയ്ത് കൊടുത്താണ്. അങ്ങനെയാണെങ്കിൽ പ്രൊഡ്യൂസർ തീരുമാനിക്കട്ടെ.
ഇതിന്റെ ഒരു പൊട്ടിക്കാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു പണി കൊടുത്ത പ്രൊഡ്യൂസറെ. അതെങ്ങനെ പൊട്ടിക്കും? If you all love me and if I'm a good judge, then this heart will also break apart. അങ്ങനെയാണ് ഞാൻ പറയാണ്. ആ. ഈ സ്നേഹബന്ധം ഒരു വാവ് പോലെ ആവണമെങ്കിൽ അവർ സത്യം ഉണ്ടെങ്കിൽ സ്നേഹബന്ധത്തിൽ അത് കൂടിച്ചേരട്ടെ. ഈ സ്നേഹബന്ധം ഒരു വാവ് വാവ്. പോലെ ആയിരുന്നെങ്കിലോ? ആ ഇത് എവിടെയോ കണ്ട ഇവിടെ ഈ സ്നേഹബന്ധം. എടാ ലാസ്റ്റ് ലൈൻ. ഈ സ്നേഹബന്ധം ഒരു വാവായി മാറട്ടെ. നിങ്ങളെ പണിയാണല്ലേ ഈ ലെറ്റർ. സാറിന്റെ പ്ലാനാണല്ലേ ഈ സ്നേഹബന്ധം ഒരു വാവ് ആണെങ്കിൽ അത് കൂടിച്ചേരട്ടെ. இதுதானே காதல் என்று அசரீரி கேட்கின்றது. இந்த பூமி முழுவதும் അപ്പൊ എന്തായാലും ഈ ലവ് സ്റ്റോറി ഒരു കാലത്തും പിരിയില്ല എന്ന് നമ്മൾക്ക് മനസ്സിലായിരിക്കുകയാണ്. അപ്പം ഒരിക്കൽ കൂടി ഒരുപാട് നന്ദിയുണ്ട് സ്നേഹിത. താങ്ക് യു ജയസ്വാമി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സ്നേഹിത.